എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അതായത് ഇന്ത്യ ഗവൺമെൻറ് നിയമം പാസ്സാക്കിയല്ലോ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിയമവിധേയമാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു സത്യാവസ്ഥയും അതേപോലെ തന്നെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തൊക്കെ വരുന്നവർ, അപ്പം അതിൻ്റെ ഒരു ബിസിനസ് വയബിലിറ്റി അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതും ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ കാതലായ ഭാഗം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു നിയമം ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയെന്ന് പറയുന്ന നിയമം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് 2021. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യങ്ങൾ, ഒന്ന്, ബോത്ത് ഡയറക്റ്റ് സെല്ലേഴ്സ് ആസ് വെൽ ആസ് ഡയറക്റ്റ് സെല്ലിംഗ് entities using e-commerce platforms for sale shall comply with the requirements of the Consumer Protection Rules 2020. 2020 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസ് എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരമിഡ് സ്കീമോ മണി സർക്കുലേഷൻ സ്കീമോ പോലത്തെ മണി ചെയിൻ പോലത്തെ സംഭവങ്ങളിൽ ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഇൻവോൾവ് ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിയമങ്ങൾ കൊണ്ടുവരണം. അതേപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളായിരിക്കും ഡയറക്റ്റ് സെല്ലേഴ്സിൻ്റെ, അതായത് ഇതിൻ്റെ അകത്ത് സെല്ല് ചെയ്യുന്നവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ഒരു ഗ്രീവൻസ് റീഅഡ്രസ് എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് നിയമവിധേയമാക്കുക എന്നുള്ളതല്ല നടന്നത്. അതിന് പകരം ഇവിടുത്തെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നതിനെ ഒരു റെഗുലറൈസ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് സെല്ലിംഗ് ആകട്ടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആകട്ടെ, ഇതൊന്നും ഇവിടെ നിയമവിരുദ്ധമല്ലായിരുന്നു. അതിനാകെയുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ യോഗ്യമായവയാകണം. അങ്ങനത്തെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. കഞ്ചാവ്, കള്ള അങ്ങനെയുള്ളതൊന്നും വിൽക്കരുത്, അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള മരുന്നുകളൊന്നും വിൽക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ എല്ലാം വിൽക്കുന്നതിൻ്റെ അകത്ത് ഡയറക്റ്റ് സെയിൽസ് നടത്തുന്നതിൻ്റെ അകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ബില്ലിങ്ങിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് പർച്ചേസും പ്ലേസ് ഓഫ് സെയിൽസും രണ്ടും എവിടെയാണെന്നതിനെ കുറിച്ച് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ് വരുമ്പോൾ വലിയ ധാരണയില്ല. നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ ഷോപ്പ് എവിടെയാണോ അവിടെ തന്നെയാണ് പ്ലേസ് ഓഫ് സെയിൽസ്. ആ കൺസ്യൂമർ ആരാണോ അവിടെയാണ്, അയാളാണ് പ്ലേസ് ഓഫ് ഈ യൂസ് എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പം GST ബില്ലിംഗ് ഒക്കെ വന്നപ്പോൾ ഈ ഒരു രണ്ട് പ്രശ്നങ്ങളും അവിടെ ചെറുതായിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡയറക്റ്റ് സെയിൽസ് എന്ന് പറയുന്ന ഒരു റൂൾസ് വന്നതോടുകൂടിയിട്ട് അത് റെഗുലറൈസ് ചെയ്യപ്പെട്ടു. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് പറയുന്നില്ല. അതിന് പകരം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഡയറക്റ്റ് സെയിൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇതിന് ഉപോത്ബലകമായി വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പനി ഇതേപോലെ ഡയറക്റ്റ് സെയിൽസ് കമ്പനികളൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് വേറെ ഏജൻസി വിൽക്കുന്നതിന് ഈ ഒറിജിനൽ കമ്പനി ഇത് ഡിസോൺ ചെയ്യുന്നത്, ഇത് ഞങ്ങൾ സെല്ല് ചെയ്തതല്ല, ഞങ്ങളുടെ കൗണ്ടറിൽ കൂടി സെല്ല് ചെയ്തതല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിസോൺ ചെയ്യുന്ന, ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്ന കുറേ അനുഭവങ്ങൾ വന്നതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 2021 ഗവൺമെൻറ് ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിന് നിയമം കൊണ്ടുവന്നത്. അതിൻ്റെ അകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നോ പിരമിഡ് സ്കീമെന്നോ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല. പിരമിഡ് സ്കീമോ മണി സർക്കുലേഷൻ സ്കീമോ നടത്താൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇതിൻ്റെ അകത്ത് നിയമവിധേയമാക്കിയെന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടി പറയുന്നു എന്നുള്ളതൊന്നും അല്ല. ആ ഒരു വലിയൊരു തെറ്റിദ്ധാരണയോ അഥവാ കുറേ ഏജൻസൊക്കെ ആ രീതിയിലുമാണ് അവരുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ സമീപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും പറഞ്ഞത്. മറ്റൊന്നുള്ളത് റിസർവ് ബാങ്കിൻ്റെ ഒരു സർക്കുലറാണ്. നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ RBI cautions against public against multi-level marketing activities. The Reserve Bank of India has cautioned public against multi-level marketing MLM activities so that investors don't fall prey into such activities എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് explaining the function of these activities, Reserve Bank, RBI, that MLM, chain marketing, pyramid structure schemes, promise easy or quick money എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ആകെ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഒരു അവബോധം നൽകുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, റിസർവ് ബാങ്ക് ഈ പറഞ്ഞ സർക്കുലറിൻ്റെ അകത്ത് പറയുന്നത് MLM എന്ന് പറയുന്നതും ചെയിൻ മാർക്കറ്റിങ്, അതായത് മണി ചെയിൻ, പിരമിഡ് സ്ട്രക്ചർ, ഇതെല്ലാം ഒരേപോലെ തന്നെയാണ് കരുതുന്നത്. ഇതിൻ്റെ അകത്ത് ആകെ ഒരു കാര്യം, ഇവർ വളരെ ഭീകരമായിട്ടുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് കരുതിയിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു സിസ്റ്റത്തിന് ഉള്ള ഒരു MLM സ്കീമിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് നമുക്ക് ഇതിൽ കൂടി കാണുന്നത്. സിസ്റ്റം എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക്. ഇത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ അടുത്തിടെ ഒരാൾ എന്നോട് പറഞ്ഞത്, പ്രത്യേകിച്ച് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാൾ എന്നെ വിളിച്ചിട്ട് വളരെ ക്രിട്ടിക്കായിട്ട് എന്നോട് പറഞ്ഞു,
നിങ്ങൾ വളരെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇത് വളരെയധികം പേര് നടത്തുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കോടിക്കണക്കിന് ബിസിനസ്സുകൾ ടേൺ ഓവർ ഉണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ നമ്മൾ പറയപ്പെടുന്ന ഒരു കാര്യം, ഏകദേശം 90% പേർക്ക് ഈ മൾട്ടിലെവൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് നിക്ഷേപിച്ചവർക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത്, ഓപ്ഷൻസിൻ്റെ അകത്ത് ഇറങ്ങിയവർക്ക് അതിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അതിനകത്ത് പുള്ളി അയച്ചു തന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടിലെവൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് PhD വരെ കൊടുത്തിട്ടുണ്ട്. അത് അജ്ഞത കൊണ്ടാണോ പറഞ്ഞത്, അല്ലെങ്കിൽ PhD കൊടുക്കുന്നതോടെല്ലാം നിയമവിധേയമായി എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണോ അതെനിക്കറിയില്ല. അതുകൊണ്ടൊരു ഫോട്ടോ അയച്ചു തന്നു, MLM PhD ഡിഗ്രി എന്ന് പറയുന്നത് ഇത് അറിയുന്ന പോലെ. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു PhD എന്തിനും ലഭിച്ചു എന്നതിൻ്റെ അർത്ഥം അത് നിയമവിധേയമായി എന്നുള്ളതോ അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം ഇവിടെ സക്സസ്ഫുൾ ആയി എന്നുള്ളതോ അല്ല. അതിൻ്റെ അർത്ഥം നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 18 വയസ്സിൻ്റെ താഴെ പുകയില ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഒരു എത്ര % ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുള്ളവരാണ് ഈ 18 വയസ്സിൻ്റെ താഴെ ഉപയോഗിക്കുന്ന കുട്ടികൾ എന്നുള്ളതിനെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഗവേഷണം നടത്താം. അതിൻ്റെ അർത്ഥം ഇവിടെ 18 വയസ്സിൻ്റെ താഴെ കുട്ടികൾ പുകയില ഉപയോഗിക്കുന്നത് നിയമവിധേയമാണെന്നോ അത് നല്ലതാണെന്നോ ഉള്ളതല്ല. നിങ്ങൾക്ക് ആകാശത്തിൻ്റെ താഴെയും ഭൂമിയുടെ മുകളിലുള്ള എന്തിനെക്കുറിച്ചും ഗവേഷണം നടത്താം. ആ ഗവേഷണത്തിന് മുമ്പോട്ട് പോകാനുള്ളൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയോ ഡോക്ടറൽ കമ്മിറ്റിയോ അത് അംഗീകരിക്കും. അത് ഗവേഷണം കൺവിൻസിംഗ് ആയിട്ട് നടത്തുകയും അതിനൊരു ഔട്ട്കം ഉണ്ടാകുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു PhD ഡിഗ്രി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് സത്യാവസ്ഥ. ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇതെല്ലാം മറ്റൊരു ആംഗിളിലാണ് പാവപ്പെട്ട സാധാരണക്കാരുടെ അടുത്ത് ഇങ്ങനെയുള്ള പല ഏജൻസും വന്നിട്ട് അവതരിപ്പിക്കാറ്. അപ്പോൾ വലിയ ക്രിട്ടിക്കായിട്ട് ചിന്തിക്കാത്ത പലരും ഇവർ പറയുന്ന എല്ലാം വിശ്വസിച്ച് അതേപോലെ തന്നെ പണം നിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിരമിഡ് സ്കീം എന്താണ്, അല്ലെങ്കിൽ മണി ചെയിൻ എന്താണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ്, ഡയറക്റ്റ് സെയിൽസ് എന്താണ്? ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ രീതിയിൽ ഇന്ത്യയിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എല്ലാം കൂടി കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സിസ്റ്റമാണുള്ളത്. ഈ പറഞ്ഞ 4 ടേംസും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബിസിനസ് സെറ്റപ്പാണ് ഇന്ത്യയിലെ 99.9% മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാരും അവലംബിക്കുന്നത്. ഇതിനകത്ത് ഡയറക്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഏജൻറ്റ് നിങ്ങളുടെ വീട്ടിൽ വരുന്നു, പ്ലേസ് ഓഫ് ഡീൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലാകുന്നു, അല്ലെങ്കിൽ ഒരു ഷോപ്പോ അല്ലെങ്കിൽ അവരുടെ വെയർഹൗസോ എന്നിവയിൽ അല്ലാതിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സെയിൽ ചെയ്താൽ പോലും ആ ഒരു കമ്പനിക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ് പുതിയ നിയമം അനുസരിച്ച് പറയുന്നത്. അതാണ് ഡയറക്റ്റ് സെയിൽസ്. അതുകൊണ്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാത്തത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല പല ലെയേഴ്സിലായിട്ടുള്ളൊരു മാർക്കറ്റിംഗ്, അത്രയേ ഉള്ളൂ. അത് എവിടെ വേണമെങ്കിലും നടക്കാം. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്. അതും പല ലെവലിലുള്ളതാണ്. അപ്പോൾ MLM എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ചങ്ങോട്ട് അടച്ചാക്ഷേപിക്കുന്നതിൽ കാര്യമില്ല. ഇത് വൃത്തിയായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നുള്ളതാണ് കാര്യം. അടുത്തായിട്ട് പിന്നെ ഉള്ളത് പിരമിഡ് സ്കീമാണ്. പിരമിഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ചെയിനും പിരമിഡ് സ്കീമും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പിരമിഡ് സ്കീം വഴിയാണ് ഇവിടുത്തെ 99.9% മൾട്ടി ലെവൽ മാർക്കറ്റേഴ്സും പണം ഉണ്ടാക്കാം എന്ന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വളരെ ലളിതമായിട്ട് വിശദീകരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പത്തിന്, ഈ ഒരു മണിയുടെ ഒരു ഫ്ലോ മനസ്സിലാകാൻ എളുപ്പത്തിന് നമുക്ക് താഴേന്ന് മുകളിലേക്ക് തുടങ്ങാം. ലെവൽ 3 എന്ന് പറയുന്നത് മൂന്നാമത്തെ ലെവലിൽ ലെവൽ 2ൻ്റെ അണ്ടറിൽ ജോയിൻ ചെയ്ത ആളുകളാണ്. ലെവൽ 1 എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ ജോയിൻ ചെയ്തവരാണ് 2 പേർ ലെവൽ 2-ലുള്ളത്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴേന്ന് മുകളിലേക്ക് തുടങ്ങാം. അടുത്ത കാലങ്ങളായിട്ട് നമുക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോയിനിങ് ഫീ ആയിട്ടൊന്നും വലിയ എമൗണ്ട് വാങ്ങിക്കുന്നതിന് പകരം പേരിന് മാത്രമോ നാമമാത്രമായിട്ടോ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുത്തിട്ട് അതിന് വളരെ അധികം വലിയൊരു വില ഇടുക എന്നുള്ളതാണ് ഒരു സ്കീം. അപ്പോൾ അതുകൊണ്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിരമിഡ് സ്കീമോ മണി ചെയിനോ ആയിട്ട് അത് ക്ലാസിഫൈ ചെയ്യപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ലെവൽ 3-ൽ ഒരാൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അയാൾക്കൊരു 500 രൂപയ്ക്ക് വിലയുള്ള എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ഒരു പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിന് 1000 രൂപ വില ഇടുന്നു. അപ്പോൾ ഉള്ള 1000 രൂപ ഇയാൾ മുകളിലുള്ള ലെവൽ 2-ലുള്ള ആൾക്ക് കൊടുക്കുന്നു. ലെവൽ 2-ലുള്ള ആൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് കിട്ടിയതിൻ്റെ അകത്ത് നിന്ന് 250 രൂപ അതിൻ്റെ മുകളിലെ ലെവലിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ആകെയുള്ള 500 രൂപയിൽ ഒരു പങ്ക് 250 രൂപ ഇയാൾക്ക് ലഭിക്കുകയും അടുത്തൊരു പങ്ക് മുകളിലുള്ള ആൾക്കും കൊടുക്കുന്നു. അപ്പോൾ മുകളിലുള്ള ആൾ 250ൻ്റെ അകത്തുനിന്ന് അയാളുടെ ലെവൽ 1ൻ്റെ മുകളിൽ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് 125 രൂപ കൊടുക്കുമായിരിക്കും. അങ്ങനെ ഇത് ഏറ്റവും താഴെയുള്ളത് മുകളിൽ വരെ എത്തിപ്പെടുന്നു. ഇത് നടന്ന് ഇതേപോലെ പോകുമ്പോൾ പണം ലഭിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും, എന്നാൽ പിന്നെ ഇതെല്ലാക്കാരും നടന്നു പോകുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇത് ലെവൽ 3യിൽ നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെ താഴെ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് അവിടെ വെച്ചിട്ട് വരുമാനം നിലയ്ക്കുന്നു. അതേപോലെ തന്നെ ലെവൽ 2ൽ നിൽക്കുന്ന ആൾക്കും അയാളുടെ താഴെയുള്ളവരാർക്കും ജോയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ വരുമാനം അവിടെ നിലയ്ക്കുന്നു. എന്തുകൊണ്ടാണ് വരുമാനം നിലയ്ക്കുന്നു എന്ന് പറഞ്ഞത്? കാരണം ലെവൽ 3യിലുള്ളവർ അധികം കാലമൊന്നും 500 രൂപയുടെ സാധനങ്ങൾ 1000 രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടില്ല. അത് മുമ്പോട്ട് പോകുന്നൊരു കാര്യമല്ല. ആര് വാങ്ങിക്കും? നിങ്ങളാണെങ്കിൽ വാങ്ങിക്കും. 500 രൂപയുടെ സാധനം 1000 രൂപ തന്നിട്ട് നിങ്ങൾക്ക് ഞാൻ 100 രൂപ തിരിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കും? ഇല്ല. അതൊരു ലോജിക്കലായിട്ടുള്ളൊരു ബിസിനസ് അല്ല. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ ഒരു ബിസിനസ് നിലനിൽക്കണമെങ്കിൽ കൂടുതൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതിലാണ്. കൂടുതൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ളതല്ല അടിസ്ഥാനപരമായി ഈ ഒരു ബിസിനസ് വലുതാകാൻ വേണ്ട കാര്യം. കൂടുതൽ ആളുകൾ പണം കൊടുത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായുള്ളത്. അപ്പോൾ ആളുകൾ കൂടുതൽ ജോയിൻ ചെയ്യുന്നതിലൂടെ മാത്രം വളരുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അതിനെ നമുക്ക് പിരമിഡ് സ്കീം എന്ന് തന്നെ വിളിക്കാം. കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും മുമ്പോട്ട് പോകും. സാധനങ്ങൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ വാങ്ങിക്കുക. അതുകൊണ്ട് തന്നെ ഇത് വലുതാകുമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പിരമിഡ് സ്കീം എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യമായ ബെനിഫിറ്റ് ലഭിക്കൂ എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പിരമിഡ് സ്കീം എന്ന് തന്നെ വിളിക്കണം. അടുത്തിടെ ആംബേയെ കുറിച്ചുണ്ടായിരുന്ന ഒരു പരാതി അതാണ്. US കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആംബേനെ പിരമിഡ് സ്കീമായി പ്രഖ്യാപിച്ചു. കാരണം പിരമിഡ് സ്കീം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ കേസ് നിലനിന്ന് കൂടുതൽ ആളുകളെ ചേർത്ത് ആ ഒരു ജോയിനിങ് ഫീ ഉൾപ്പെടെയുള്ള പണം കൊണ്ട് ഒരു ക്യാഷ് റിവോൾവ് ചെയ്യുന്നു എന്നുള്ളത് കോടതി കണ്ടുപിടിച്ചു. അപ്പോൾ അതൊരു പിരമിഡ് സ്കീമായിട്ട് കരുതപ്പെടുന്നു. അപ്പോൾ ഈ ഒരു നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അത് സെയിൽസിൻ്റെ ഗുണം കൊണ്ടല്ല വരുമാനം ലഭിക്കുന്നത്. അതിനപ്പുറം ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ച് കിട്ടുന്ന പ്രീമിയംസിൻ്റെ ഒരു വരുമാനം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് അറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നിയമവിധേയമായി ഡയറക്റ്റ് സെയിൽസ് ചെയ്യുന്ന കമ്പനികളെ ഒന്നും ഈ പറഞ്ഞതുപോലെ മിക്ക ഉപഭോക്താക്കൾക്കും ഇഷ്ടമല്ല. കാരണം അവർക്ക് ഒരു ആനുവൽ റിട്ടേൺസ് 10%-ഓ 15%-ഓ കൂടുതൽ നൽകാൻ കഴിയില്ല. കാരണം അതിന് ഒരു പ്രീമിയത്തിൽ സാധനങ്ങളുടെ വില ഇടാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ജനശ്രദ്ധ നേടിയ കൂടുതൽ പേര് ജോയിൻ ചെയ്യുന്ന, നിങ്ങളെ കൂടുതൽ പേര് ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കുന്ന സംഭവങ്ങൾ, അതിന് 50% കൂടുതലോ ചിലപ്പോൾ 100%-ഏറെയോ വാർഷിക റിട്ടേൺസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അങ്ങനെ ഓഫർ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അത് പിരമിഡ് സ്കീം തന്നെയാണ്. പിന്നെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഡയറക്റ്റ് സെയിൽസ് കമ്പനികളിൽ യഥാർത്ഥത്തിൽ നിയമവിധേയമായ രീതിയിലും ഈ പറഞ്ഞതുപോലെ യഥാർത്ഥമായ രീതിയിലും നടത്തുന്ന കമ്പനികൾ കുറേ ഉണ്ട്. അങ്ങനെയുള്ള കമ്പനികളെ പക്ഷേ നിർഭാഗ്യവശാൽ ആർക്കും അത്ര ഒരു വാല്യൂ ഇല്ല. അഥവാ അതിൻ്റെ ഏജൻസും ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല. കാരണം ഈ ഡയറക്റ്റ് സെയിൽസ് യഥാർത്ഥമായ രീതിയിൽ നടത്തിക്കഴിഞ്ഞാൽ ഒരു 10 മുതൽ 20% വരെ മാത്രമേ മാക്സിമം നിങ്ങൾക്ക് റിട്ടേൺസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു അട്രാക്ഷൻ ഇല്ല. അതേസമയം നിങ്ങൾ ഇട്ട പണം പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, വെറുതെ ഇരുന്നാൽ പോലും ഒരു വർഷത്തിനുള്ളിൽ 2 ഇരട്ടിയാക്കി തരാം എന്നുള്ള പ്രലോഭനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ജോയിൻ ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും 40%-ഓ 50%-ഓ ആക്കി തരാം ആകും എന്നുള്ളത് വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെക്കുക, അത് ഈ പറയുന്ന പോലെ നിയമവിധേയമായിട്ടുള്ള ഒരു ബിസിനസ് മോഡലല്ല. അഥവാ ഏറെക്കാലം നിലനിൽക്കാവുന്ന ബിസിനസ് മോഡലല്ല. നിയമവിധേയമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏറെക്കാലം നിലനിൽക്കാൻ പറ്റിയ ബിസിനസ് മോഡലല്ല. അത് ഒരു പിരമിഡ് സ്കീമാണ്. ആളെ ചേർക്കുക, പണം വാങ്ങുക, ആ പണത്തിൻ്റെ ഒരു ഓഹരി നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ബിസിനസ് മോഡൽ. സാധനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ കൂടുതൽ ജനങ്ങളിലേക്ക് സാർവത്രികമായിട്ട് സെല്ല് ചെയ്യുക, അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ലഭിക്കുക എന്നുള്ള ബിസിനസ് മോഡലുകളാണ് ഇവിടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വലിയ വലിയ സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളൊക്കെ നമുക്ക് കാണാം. പല പല കമ്പനികളുടെയും ITCയുടെയോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെയൊക്കെ പറഞ്ഞ പോലെ ഇവരൊക്കെ എന്തുകൊണ്ട് ആ ഒരു പരിപാടി നിർത്തിയിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിലേക്ക് പോകുന്നില്ല? കാരണം അത് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ബിസിനസ് കണ്ടെത്തുന്നതിലൂടെ, കൂടുതൽ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നതിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കുക, സ്കെയിലബിളായിട്ട് പോകുക എന്നുള്ളതാണ്. അത് മാത്രമേ എല്ലാ കാലത്തും കാര്യമായി നടക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പിരമിഡ് മോഡലിലുള്ളത് പരമാവധി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആർക്കും ഇതിൻ്റെ അകത്ത് വരുമാനം ലഭിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമാനം ലഭിക്കും. ഈ ഒരു പിരമിഡിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നവർക്ക് വരുമാനം ലഭിക്കും. അപ്പം ആരെങ്കിലും നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ മിക്കവാറും ഇതുപോലത്തെ പിരമിഡ് സ്കീമോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാരൊക്കെ ഈ പറഞ്ഞ പോലെ കുറേ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് കോട്ടൊക്കെ വന്നിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഞാൻ ആദ്യം എന്താ പറയുന്നത്, ഒന്നുമില്ല, ഇവനെ ഇല്ലാത്ത ഒരാളായിരുന്നു, ഇപ്പോൾ ഞാനൊരു കോടീശ്വരനായി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് പറയുന്നത് പോലെ അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മറ്റൊരു രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു പിരമിഡിൻ്റെ
ഈ ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള പിരമിഡിൻ്റെ മുകളിലാണ് അയാൾ നിൽക്കുന്നത്. മുകളിൽ നിൽക്കുന്ന ആൾക്ക് എപ്പോഴും പണം ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിവിടെ താഴെ നിൽക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല ഈ പിരമിഡ് ഇനിയും താഴോട്ട് വളരുമോ എന്നുള്ളത്. അപ്പോൾ കൂടാതെ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, സാച്ചുറേഷൻ പോയിന്റിലാണോ എന്നുള്ളതിനെക്കുറിച്ചും ഒരു ധാരണ നിങ്ങൾക്ക് വേണം. സാച്ചുറേഷൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എത്ര പേരെ ജോയിൻ ചെയ്യിക്കാൻ കഴിയും? 125 കോടി ജനങ്ങളുണ്ട്, അതിൽ എത്ര പേര് ജോയിൻ ചെയ്യും? ജോയിൻ ചെയ്ത് കൂടുതൽ പേര് ജോയിൻ ചെയ്ത് ഇനിയിപ്പം ഒരു 50 കോടി പേര് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്കീമാണെന്നിരിക്കട്ടെ, ഞാൻ ഏറ്റവും നല്ല കേസാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്കീമാണെങ്കിൽ ഇനി അങ്ങോട്ട് സാച്ചുറേഷനിലേക്ക് എത്തി, നിങ്ങൾക്ക് കൂടുതൽ പേര് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ളൊരു സാധ്യത ഇനി തെളിഞ്ഞു കാണുന്നില്ല. അതോടുകൂടി ആ സ്കീം അവിടെ അവസാനിക്കും. പക്ഷേ അതേസമയം നിങ്ങൾ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നതിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു സ്കീമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു റിസ്ക് അവിടെ ഇല്ല. എത്ര പേര് വേണമെങ്കിലും ജോയിൻ ചെയ്തോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ ആളെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നോ ഡയറക്റ്റ് സെയിൽസ് എന്നോ പറഞ്ഞ് നിങ്ങളെ സമീപിക്കുമ്പോൾ പിരമിഡ് സ്കീമും അതിൻ്റെ വയബിലിറ്റിയും തമ്മിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇല്ലെങ്കിൽ മിക്കവാറും ഒന്നുകിൽ നിങ്ങളുടെ പണം ഇടുന്നത് അതേപോലെ തന്നെ അവിടെ കിടക്കും, ലാഭവും വരില്ല, നഷ്ടവും വരില്ല, ഒന്നും ഉണ്ടാകില്ല, അതൊരു കാര്യം. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ അടുത്ത കാലങ്ങളായിട്ട് പല പിരമിഡ് സ്കീമുകൾക്കും ഇതുപോലുള്ള കണ്ടിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എന്തിട്ടാലും ഉടനെ പണം ആദ്യത്തെ ഒരു 6 മാസത്തിനകത്തോ 1 വർഷത്തിനുള്ളിലോ മോശമില്ലാത്ത ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കുറേ ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർസും, അപ്പോൾ അതിന് മാർക്കറ്റിംഗ് അനലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള കുറേ AI ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഒരു നിശ്ചിത എമൗണ്ട് വരെ ഉള്ളവർ അതിന് അവർക്ക് പണം തിരിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ള സ്കീംസ് തന്നെ ഇങ്ങനെയുള്ളവർക്കുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിച്ചതെങ്കിൽ 6 മാസത്തിനുള്ളിൽ 1.5 ലക്ഷം രൂപ തന്നെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നു. അതോടുകൂടി നിങ്ങൾ കൺവിൻസിങ് ആവുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അടുത്തത് 10 ആളുടെ നിന്ന് നിങ്ങൾ 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് നിങ്ങൾ വീണ്ടും കൊണ്ടുപോയി ഇടുന്നു. ആ 10 ലക്ഷം രൂപയായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഒരു ത്രഷോൾഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അനലിറ്റിക്സിന്. അതിൻ്റെ മുകളിലേക്കുള്ള പണമെല്ലാം വളരുന്നത് കൂടുതൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ വളരൂ. താഴെ ചെറിയ പണം ഇട്ടവരൊക്കെ റിട്ടേൺസ് തിരിച്ചു കിട്ടി വലിയ പണം ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ ആകുന്നു. ഇതുപോലെയുള്ള അനലിറ്റിക്സ് സോഫ്റ്റ്വെയർസും അനലിറ്റിക്സ് റെക്കമെൻഡേഷൻ ഫണ്ടലിംഗ് സിസ്റ്റംസും ഒക്കെ കണ്ടമാനമുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. ആത്യന്തികമായി മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ ഡയറക്റ്റ് സെയിൽസോ ഇതിനൊക്കെ നിങ്ങൾ സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് ഒരു ശമ്പളമില്ലാത്ത മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ പണിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇതേ പണി ഇതേ എഫേർട്ട് എടുത്തിട്ട് വണ്ടിക്കൂലിയൊക്കെ മുടക്കി നിങ്ങളുടെ സമയവും കളഞ്ഞിട്ട് നടക്കാൻ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സെയിൽസ് റിക്രൂട്ട് ചെയ്യുന്ന പല കമ്പനികളും ഇവിടെയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല സാധാരണ സാധനങ്ങളാകാം. ആ സാധനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു എക്സോർബിറ്റൻ്റ് വലിയ അധിക വില ഉണ്ടാകില്ല, വിൽക്കാനുള്ള ഒരു എളുപ്പവും കൂടി ഉണ്ടാവും. ആ ഒരു സാധനങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് സെയിൽസിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം ഒരു 10,000 രൂപയെങ്കിലും മാസ ശമ്പളം അവർ ഓഫർ ചെയ്യും. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ വിൽക്കുന്നതിൻ്റെ ഒരു ഇൻസെൻറ്റീവ്സും തരും, ഫിക്സ്ഡ് പ്ലസ് വേരിയബിൾ എന്ന രീതിയിൽ. നിങ്ങൾക്ക് ഇവിടെ ഫിക്സ്ഡ് സാലറി ഇല്ലാതെ നിങ്ങൾ വേരിയബിളിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പണിയെടുക്കുന്നതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇതേപോലെ അനേകം കാര്യങ്ങളുണ്ട്. ഗുണത്തിൻ്റെ കൂടെ ദോഷങ്ങളും വരുന്നത്. ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് കാര്യമായ മുതൽ മുടക്കുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി സ്റ്റോക്കുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു ഡീലർഷിപ്പ് കിട്ടുന്ന പോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ പ്രോഡക്റ്റ്സ് നല്ലതാണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പാക്കുക. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ ഒരാളെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അവസാനമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട കാര്യം, ഈ ജോയിൻ ചെയ്യുന്ന ആൾ പ്രധാനമായും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് പുതിയൊരാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിലൂടെ ആണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പാക്കുക അത് പിരമിഡ് സ്കീമാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മണി ചെയിൻ ബിസിനസ്സിൻ്റെ മറ്റൊരു രൂപാന്തരപ്പെട്ട ഒരു രൂപത്തിലുള്ളതാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല. ദിവാസ്വപ്നങ്ങളിൽ വീണ് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കളയാതിരിക്കുക. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റേ അധ്യായം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.